ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. 12ാമത്തെ രാത്രിയിലും ദൈവം നമ്മെ കൊണ്ടുവന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടി കരമുയർത്തി നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ പകലിലും കഴിഞ്ഞ ദിവസങ്ങൾ 11 ദിനരാത്രങ്ങൾ കർത്താവ് നമ്മെ കൂടെയിരുന്നു, വഴി നടത്തി, അത്ഭുതകരമായി ദൈവം നമ്മെ ശക്തീകരിച്ചു. നിശ്ചയമായിട്ടും യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവ സാന്നിധ്യം നാം ഇവിടെ മാത്രമല്ല, പകരം അവൻ എവിടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നോ അവിടെ എല്ലാവരും ഇന്ന് രാത്രി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് സ്തോത്രം ഞാൻ ഭവനത്തിലേക്ക് ചെന്ന സമയത്ത് USA ഒരു ആൻറ്റി, എനിക്ക് ആരാന്നൊന്നും എനിക്കറിയത്തില്ല, അവിടെ പേരും ഒന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് കയറിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു തീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇതൊരു അസാധാരണമായൊരു തീയാണ്. അത് അതിനകത്ത് മാത്രമല്ല, ഞങ്ങളുടെ കൂടാരങ്ങൾക്കകത്തും ഞങ്ങളുടെ വീടിനകത്തും ഞങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മാവിൽ നിറഞ്ഞാണ് അവൻ നമ്മോട് ആ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മാത്രമല്ല, ഇന്ന് രാത്രി തീ കത്തുന്നത് എവിടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്നോ അവിടെയൊക്കെ ഇന്ന് രാത്രി ഉണർവുണ്ടാകാൻ പോകുകയാണ്. അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയത് അവൻ അനുഭവം അല്ല ദൈവമക്കളെ. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയത്, ഏറ്റവും പവർഫുള്ളായത് അമേരിക്ക ഉണ്ടാക്കിയ, റഷ്യ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആമൻ സ്തോത്രം ഇവിടുത്തെ ഗാസ കണ്ടുപിടിച്ച അണുബോംബോ വലിയ ആമൻ സ്ഫോടകമായ അവൻ ബോംബൊന്നുമല്ല. പകരം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. അത് സ്ഫോടനാത്മകമാണ്. ആ വചനം എവിടെയൊക്കെ കേൾക്കുന്നോ അവിടെയൊക്കെ സ്ഫോടനം ഉണ്ടാകും ദൈവമക്കളെ. ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിന്റെ അകത്ത് തിരുവചനം കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയുടെ സ്ഫോടനം ഉണ്ടാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് കരമടിച്ച് ദൈവത്തോട് പ്രതികരിച്ച് ഈ രാത്രിയിൽ വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ വചനത്തോട് പ്രതികരിക്കുന്നവരുടെ മേലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞ് പോലെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരാൻ പോകുക. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇന്ന് രാത്രി വചനം ചിലരെ തൊടാൻ പോകുകയാണ്, വചനം ചിലരെ നിറക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ അല്ല, എത്ര വർഷങ്ങളായി നിന്നെ കെട്ടിവെച്ച എത്ര പാരമ്പര്യത്തിന്റെ കെട്ടുകളാണെങ്കിലോ ഇന്ന് രാത്രിയിൽ ആ വചനത്തിന്റെ ശക്തിയാൽ ദൈവം അതിനെ അഴിച്ചു മാറ്റും. കാരണം വചനം തീയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്ന നിമിത്തം എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനം തീയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചേ, ദൈവത്തിന്റെ വചനം തീയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് രാത്രി ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഇതിനകത്തൊരു തീ കത്താൻ പോകുകയാണ്. ഇതിനകത്തൊരു തീ കത്താൻ പോകുകയാണ്. നിന്റെ കരങ്ങളിൽ ഒരു തീ പിടിക്കാൻ പോകുക, നിന്റെ കാലുകളിൽ ഒരു തീ പിടിക്കാൻ പോകുക, നിന്റെ ശിരസിൽ ഒരു തീ പിടിക്കാൻ പോകുക. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ദിവസം ആത്മാവിൽ നിറഞ്ഞ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ മേൽ പ്രത്യക്ഷമായി അവർ കയറി ചെല്ലുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നവൻ വല്ലതും കിട്ടുമോ എന്ന് കരുതി അവൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് വെള്ളിയില്ല, ഞങ്ങൾക്ക് പൊന്നില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നുണ്ട്, അത് നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമമാണ്. ഇന്ന് രാത്രി സകല നാമത്തേക്കാൾ മേലായ നാമമായ യേശു തമ്പുരാന്റെ നാമം അതിരത്തിലൊന്നെടുത്ത്, ഈ നാമം പോലെ ഉയർന്നൊരു നാമമില്ല. ഭൂലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകളെ മടക്കുമാറാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് വിശ്വസിക്കുന്നവരാമേൻ പറ, അത് വിശ്വസിക്കുന്നവരാമേൻ പറ. ഈ നാമത്തിന് പകരം വെക്കാൻ മറ്റൊരു നാമമില്ല കേട്ടോ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, സകല നാമത്തേക്കാൾ മേലായ നാമം അത് യേശുവിന്റെ നാമമാണ്. പരാജയപ്പെട്ട നാമത്തെ അല്ല ഇന്ന് ബിജു ഭാഷ പ്രസംഗിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ നാമത്തെയാ. ഇന്ന് രാത്രിവേളയിൽ കല്ലറയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അടക്കം ചെയ്തിട്ട് അവിടെ അടങ്ങിയിരുന്ന നാമമല്ല, 3-ാം ദിവസം പുറത്തു വന്ന യേശു ക്രിസ്തുവിന്റെ നാമം. ഈ രാത്രി ആരൊക്കെയെ നോക്കി പ്രാരംഭത്തിൽ പ്രവചിച്ചു പറയുന്നു, നീ പുറത്തു വരാൻ പോകുക, നിന്റെ കുടുംബം പുറത്തു വരാൻ പോകുക. ഞാൻ ഒരു ദൂത് പറയുക, പ്രതികരിക്കുന്നവരെ മാത്രം ആരാധിച്ചാൽ മതി. നീയും നിന്റെ കുടുംബവും ഈ 12ാമത്തെ രാത്രി വെളി വരാൻ പോകുക. നിന്റെ തലമുറ വെളി വരാൻ പോകുക, നിന്റെ സഭ വെളി വരാൻ പോകുക, നിന്റെ കുഞ്ഞുങ്ങൾ വെളി വരാൻ പോകുക. എവിടെയൊക്കെയോ ശത്രു കെട്ടിയ ചില മതിലുകൾ ഇന്ന് രാത്രി പ്രതികരിക്കേണ്ടവർ തുള്ളിച്ചാടണമോ, തുള്ളിച്ചാടണോ, ആരാധിക്കണമോ, ആരാധിക്കണോ, ഓടി നടന്ന
ഒന്ന് ആരാധിക്കണോ? എങ്ങനെ വേണമെങ്കിലോ ആത്മനിയോഗം തരുന്ന പോലെ ഇന്ന് രാത്രി സ്വീകരിക്ക. അത് നിന്റെ രാത്രിയായിന്ന്. ഇന്ന് രാത്രി നിന്റെ രാത്രിയാ, പിടിക്കേണ്ട രാത്രിയാ, കൈക്കൊള്ളേണ്ട രാത്രിയാ. ആരോടോ ദൈവാത്മ പറയുന്നു, എന്നിട്ടോ അവൻ സിയോൻ കോട്ട പിടിച്ചു. ദാവീദിനെ കുറിച്ച് പറയുന്നു, അവൻ എന്നിട്ടും സിയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും പിടിച്ചു. കഷ്ടത ഉണ്ടായിട്ടോ, പ്രതിസന്ധി ഉണ്ടായിട്ടോ, പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടോ, പ്രതിസന്ധികൾ അവനെതിരെ കയറി വന്നിട്ടോ, ദാവീദിന്റെ കിടക്കുന്ന അഭിഷേകം അവനത് പിടിച്ചിരിക്കും. തീകത്തൊട്ട് 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 ആമേൻ 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 ആമേൻ. തീ കത്തുമ്പോൾ വെള്ളം തിളക്കുന്ന പോലെ ദൈവജനം ഇന്ന് രാത്രി തിളക്കട്ടെ. ആമേൻ. തീ കത്തുമ്പോൾ ചുള്ളി കത്തുന്ന പോലെ ദൈവജനം ഇന്ന് രാത്രി കത്തട്ടെ. ഞാനൊരു ദൂത പറയുന്നു, ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്തോ. ശത്രു നിന്നെ തൊടുമ്പോൾ അവന്റെ കൈക്ക് പൊള്ളലേക്കണം. ശത്രു നിന്നെ തൊടുമ്പോൾ അവന്റെ കൈക്ക് പൊള്ളലേക്കണം. ശത്രു നിന്നെ തൊട്ടാൽ അവന്റെ കൈ പൊള്ളണോ. നിന്റെ കുടുംബത്തെ തൊട്ടാൽ നിന്റെ കൈ പൊള്ളണോ. നിന്റെ തലമുറ തൊട്ടാൽ നിന്റെ കൈ പൊള്ളണം. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അഭിഷിക്തനെ, നിന്നെ ദൈവം തീമതിലാക്കാൻ പോകുക. നിന്നെ ദൈവം തീമതിലാക്കാൻ പോകുക. ഓ, പ്രാപിച്ചോ പ്രാപിച്ചോ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം എവിടെ ചലിക്കുന്നു അതിന് ചുറ്റുമൊരു തീയുണ്ട്. അതിന് ചുറ്റുമൊരു തീയുണ്ട്. അതിന് ചുറ്റുമൊരു തീയുണ്ട്. മോശയുടെ ശുശ്രൂഷ തുടങ്ങിയത് തീക്കകത്തുനിന്നാ തുടങ്ങിയത്. അഭിഷിക്തന്മാരെ, ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊണ്ട് മോശയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് കത്തുന്ന മുൾപ്പുറപ്പിനകത്തുനിന്നാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ഒരു തീക്കകത്തുനിന്ന്. ഒരു തീക്കകത്തുനിന്ന്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി വേളയിൽ ഒരു തീ വാരിയെറിയുക. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി വാരിയെറിയുക. വിശ്വസിക്കുന്നവരാമെമ്പറ, വിശ്വസിക്കുന്നവരാമെമ്പറ, വിശ്വസിക്കുന്നവരാമെമ്പറ. ഈ 12ാമത്തെ രാത്രി നിന്റെ രാത്രിയാന്ന് പറ. ഈ 12ാമത്തെ രാത്രി എന്റെ രാത്രിയാന്ന് പറ. എവിടെയാ പിശാച് നീ എന്നെ കെട്ടിയത്? എവിടെയാ നീ എന്നെ ബന്ധിച്ചത്? എവിടെയാ നീ അഴിച്ചത്? എവിടെയാ എന്റെ തലമുറയെ കെട്ടിയത്? ഇന്ന് രാത്രി ഞാൻ വെളി വരികയാ. യെസ് യെസ്. സഭ കത്തട്ടെ, ആത്മാവി കത്തട്ടെ. ഈ രാത്രി വേളയിൽ ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, ഭവനത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി തീ ഇറങ്ങി വരികയാ. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി കത്തുകയാ. ജീസസ്. ശിവനഗരഗടഗതിബല ദിഗദഗദഗദഗതിബല ഉടബബ ദിബല രഗദ ഉടഗല ദിഗദഗ രഗദ ഉടബബ ദിബല രഗദ ഉടബല ദിബല രഗദ ശിവനഗരഗടഗ ദിബല ഉടഗല ദിബല രഗദ ഓ ദല ദിഗദഗ രഗദ ഉടഗല ദിഗദഗ രഗദ ഉടഗല ദിഗദഗ രഗദ ഉടഗല ദിബല രഗദ ഉടബബ ദിബല രഗദ ഉടബല ദിബല രഗദ ശിവനഗ രഗദ രഗദ ഉടബ ദിബല ഉടബ ദിബല ഉടബ ദിബല ഉടബ ദിബല ഓ ദിഗദഗ രഗദ ശിഗദഗ രഗദ ഉടബബ ദിബല ഉടബബ ദിബല ശിവനഗ ദിബല ഉടബബ ദിബല ഉടഗല ദിബല ഉടബിനി ദിബല ശിവനഗ ദിബല ഉടഗല ദിബല. ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം അടുത്ത വ്യക്തിയിലേക്ക് ഇന്ന് രാത്രി പകരാൻ പോകുക. അഭിഷിക്തരെ, നിങ്ങളുടെ കത്തുന്ന തീ അടുത്ത് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഇന്ന് ആളി പിടിക്കുക. പ്ലീസ് അഭിഷിക്തന്മാരെ ഒന്ന് കൈവച്ച്, ഒന്ന് ഇറങ്ങി കൈവച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മീയ അഭിഷേകം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പെന്തക്കോസ്തിന്റെ അവർ ഉണർവിന്റെ ശക്തി ഇവന്റെ മേലൊരു തീ പിടിക്കട്ടെ. ഇവന്റെ മേലൊരു തീ പിടിക്കട്ടെ. ഓ
നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമേറ്റെടുക്കുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ഞങ്ങൾ ജയമേറ്റെടുക്കുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ഞങ്ങൾ ജയമേറ്റെടുക്കുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ഞങ്ങൾ ജയമേറ്റെടുക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം നിർമ്മിച്ച അസാധ്യകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചെയ്യാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറി മാറി കുടുംബങ്ങളിനകത്ത് രോഗമിടുന്ന, സാമ്പത്തിക ഞെരുക്കമിടുന്ന, മാനസിക അസ്വസ്ഥതയിടുന്ന, കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കാൻ നിൽക്കുന്ന, ഞെരുക്കമുണ്ടാക്കാൻ നിൽക്കുന്ന സകല കെട്ടുകളും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭ ഒരുമിച്ച് അതിനെ പൊട്ടിക്കുക. Holy Spirit, സൗഖ്യമാവട്ടെ. എല്ലാ രോഗങ്ങളും ഇന്ന് രാത്രി സൗഖ്യമാവട്ടെ. അസ്ഥി സംബന്ധമായ എല്ലാ രോഗക്കെട്ടുകളും ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ അവൻ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗശക്തികളും അസ്ഥിയുടെ മേൽ വ്യാപരിക്കുന്നത് ഇന്ന് രാത്രി സൗഖ്യമാവട്ടെ. ഉദരത്തെ ബന്ധിച്ചത് ഇന്ന് രാത്രി സൗഖ്യമാവട്ടെ. ദൈവജനത്തിന്റെ മേൽ ഒരു സൗഖ്യമേറ്റെടുക്കുന്നു, സൗഖ്യമേറ്റെടുക്കുന്നു. യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ. തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്ക്. യഹോവ റാഫ, അവൻ സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ തൊടുന്ന ദൈവം, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്നു. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാം, ചവിട്ടാം. നിങ്ങൾ അടുക്ക നിൽക്കുന്ന വ്യക്തിയുടെ തോളത്തോട്ട് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനുഷ്യനിൽ വ്യാപരിക്കുന്ന രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെന്ന് പറ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഏത് രോഗമാണോ ചോദിക്കണ്ട, രോഗമൊന്നും ചോദിക്കണ്ട. ശാരീരികമായി അസ്വസ്ഥതപ്പെടുത്തുന്ന, മാനസികമായി അസ്വസ്ഥതപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രയാസം, ഏതെങ്കിലും ഒരു വിഷയം ഇന്ന് രാത്രി അവർ അനുഭവിക്കുന്നെങ്കിൽ അത് എത്ര മാറാത്ത രോഗമാണേലും ഇന്ന് രാത്രി സൗഖ്യമാകും, ഇന്ന് രാത്രി സൗഖ്യമാകും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ പ്രവചിച്ചു പറയുന്നു, യേശു സൗഖ്യമാക്കുന്നവനാ. യഹോവ റാഫയ, അവന് സൗഖ്യമാക്കാൻ
വിടുവിക്കാൻ കഴിവുണ്ട്. അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രിവേളയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണേലും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ കെട്ടുകളും ഇന്ന് രാത്രി അഴിയുന്നു. ചില ഷുഗർ രോഗങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. പ്രഷർ നോർമലാകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മരണത്തിന്റെ ഭയവും, എല്ലാ മരണത്തിന്റെ ഭീതിയും, എല്ലാ രോഗത്തിന്റെ ഭീതിയും ഇന്ന് രാത്രി ദൈവജനത്തെ വിട്ട് മാറട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം അവിടെ ശരീരത്തിൽ ഒരു ദൈവശക്തി പാസ് ചെയ്യട്ടെ, ഒരു ദൈവശക്തി പാസ് ചെയ്യട്ടെ, ഒരു ദൈവശക്തി പാസ് ചെയ്യട്ടെ. നടക്കാൻ കഴിയാതെ മുട്ടിന് വേദനയായി ഇന്ന് രാത്രി ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. കാൽ മടക്കാൻ കഴിയാതെ, കാൽ സ്റ്റെപ്പ് കയറാൻ കഴിയാതെ, മുട്ട് മടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന നിന്റെ കാൽ മുട്ടിന്റെ മേൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി തൊടുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ സൗഖ്യമാക്കുന്നവൻ, യഹോവ സൗഖ്യമാക്കുന്നവൻ. എന്റെ വചനം അനുസരിച്ച്, എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വേദിയും നിനക്ക് വരുത്തുകയില്ല. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. അതങ്ങ് സ്വീകരിക്കുന്നേ. ആ സൗഖ്യം അങ്ങ് സ്വീകരിക്കേ, ആ സൗഖ്യം അങ്ങ് ഏറ്റെടുക്ക്. പിശാച് പറയോ സൗഖ്യം കിട്ടത്തില്ലെന്ന്, സാത്താൻ പറയോ നീ സൗഖ്യമാവത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി യേശുവിനെ നോക്കി പറ, നീ അടി കൊണ്ടത് എന്നെ സൗഖ്യമാക്കാനാ. നിന്റെ മാർവിട കുത്തി തുറന്നത് എന്നെ സൗഖ്യമാക്കാനാ. ഉഴവിച്ചാല് പോലെ നിന്റെ മുതുക് കീറി മുറിച്ചത് എന്നെ സൗഖ്യമാക്കാനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ സൗഖ്യം ഞാൻ ഏറ്റെടുക്കുന്നു. പുതിയ ഹൃദയം ദൈവം തരട്ടെ, പുതിയ ഹാർട്ട് ദൈവം തരട്ടെ, പുതിയ ഹൃദയം ദൈവം തരട്ടെ, പുതിയ വാൽവ് ദൈവം തരട്ടെ. അവൻ അവയവങ്ങൾ പുതിയതായി മാറട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. തമ്പുരാൻ അത് ചെയ്യും, തമ്പുരാൻ അത് ചെയ്യും. കാരണം നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം ഹല്ലേലൂയ, യേശു വലിയവൻ. സന്തോഷമുണ്ടോ? 3-4 പേരോട് പറ യേശു വലിയവൻ. ഞാൻ വരുന്ന വഴിക്ക് ആമേൻ കുഞ്ഞുങ്ങൾ പാടുന്നത് ഇങ്ങനെ കൂടെ പാടി വരികയാണ്. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. ആ യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടി മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ. സഭ ചേർന്ന് പതാ, യേശു വലിയവൻ. പോരാ പോരാ, അങ്ങേ പോലെ. ഒരു പ്രാവശ്യം കൂടി ശബ്ദം ഉയർത്തി, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിലും. രണ്ട് കരങ്ങൾ കൂട്ടിയടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ആമേൻ കൂടി പറ. ആമേൻ. ഒരു സൂപ്പർ ഫാസ്റ്റ് എങ്ങനെ പോകുമോ അതുപോലെ നമ്മൾ പോകാൻ പോകുക. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? സ്തോത്രം. ഞാനൊരു ദൂതൂടി പറയാം. ഇതിനകത്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അത് ദൂതൻ നിന്നോടാണെന്ന് നിനക്കൊരു തോന്നൽ വന്നാൽ അവിടെ ഇരിക്കരുത്, ചാടി മുന്നോട്ട് പോന്നേക്കണം. വായിക്കാം നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 60-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ എന്ത് ചെയ്യണമേ? നന്നാക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ
എന്ത് ചെയ്യണമേ? നന്നാക്കണമേ. ദൈവമക്കളെ, അവൻ 60-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. നിങ്ങൾക്കറിയാമോ 60-ാം സങ്കീർത്തന ഹെഡിങ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അഭിഷേകത്തിന് ഇപ്പോൾ വായിക്കും, ഒന്ന് കേട്ടാട്ടെ. അവൻ 60-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വായിച്ച മോനെ. സാക്ഷ്യസാരസ്യം എന്ന രാഗത്തിൽ അഭ്യസിപ്പിക്കാനുള്ള ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. അടുത്ത വാക്യം. യോവാബ് മെസൊപ്പൊത്താമിയയിലെ ആരാമ്യരോടും മോവാബിയയിലെ മെസൊപ്പൊത്താമിയയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് അടക്കി വന്നതിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം ഉപ്പുതാഴ്വരയിൽ 12,000 ഏദോമ്യരെ സംഹരിച്ചു കളഞ്ഞ സമയത്ത് ചമച്ചത്. സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ഞാനേ രാത്രി കിടന്നുറങ്ങിയപ്പോഴേ ഉറക്കം വന്നില്ല. അതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോ എന്നെ സന്തോഷിപ്പിച്ച ഒരു സങ്കീർത്തനം അതല്ലത്. ആണോ? അതല്ല. അതിനാ ഹെഡിങ് ഞാൻ വായിപ്പിച്ചത്. ഏദോമ്യരെ അവൻ തനിക്ക് പ്രതികൂലമായി അവൻ ശക്തമായി നിന്ന അന്ധകാര വ്യാപാരങ്ങളെ, ദുഷ്ടാത്മ സേനകളെ, ജാതീയ ശക്തികളെ അഭിഷിക്തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്താൽ ജയിച്ച് അടക്കി. 1-2 12,000 പേരെ കൊന്ന് ഒടുക്കി തിരിച്ചു വന്നപ്പോ പുള്ളി ദൈവ സന്നിധിയിൽ പാടിയ സങ്കീർത്തനമാ 60-ാമത്തെ സങ്കീർത്തനം. ഞാൻ ഒരു ദൂത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുമോ? ഒരു തോറ്റ ദൈവത്തെ അല്ല സേവിക്കാൻ ഇറങ്ങിയത്, ജയിച്ച ദൈവത്തെയാണ് സേവിക്കാൻ ഇറങ്ങിയത്. ഞാൻ ഒന്നുകൂടി പറയാം, മെൽവിൻ ഭാഷേ, പരാജയപ്പെടുത്താനല്ല ദൈവം നിന്നെ വിളിച്ചത്, ജയാളിയാകാനാ ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ പരാജയം ദൈവത്തിന്റെ പരാജയമാണ്, നിന്റെ വിജയം ദൈവത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് എന്റെ ദൈവം പരാജയപ്പെടാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല. നിന്റെ പരാജയം എന്റെ തമ്പുരാന്റെ പരാജയമാണെങ്കിൽ, നിന്റെ ജയം എന്റെ ദൈവത്തിന്റെ ജയമാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവം പറയുന്നു എന്റെ ദൈവത്തിന് പരാജയപ്പെടാൻ മനസ്സില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ, നിന്റെ നന്മയിൽ, നിന്റെ കുടുംബത്തിനകത്തെ വിഷയത്തിൽ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി പരാജയപ്പെടാൻ, ദൈവത്തിന് പരാജയപ്പെടാൻ എന്തില്ല? ഒരു ആമേൻ പറ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. തോറ്റ പാർട്ടിയുടെ അവലോകന മീറ്റിംഗ് കൂടാൻ വന്നവരല്ല. എന്റെ അകത്തുനിന്ന് രാത്രി കത്തുകയാ. 10,000 വോട്ടിന് പൊട്ടിപ്പോയ നേതാവിന്റെ അവലോകന മീറ്റിംഗ് കൂടാൻ വന്നവരല്ല നമ്മൾ. പകരം എല്ലാ ദുഷ്ടാത്മ സേനകളെയും കാൽക്കീഴെ ചതച്ചു കളഞ്ഞ അരുമനാഥന്റെ ജയഘോഷം കൊണ്ടാടാൻ വന്നവരാ നമ്മൾ. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. ഇവിടെ പരാജയത്തിന്റെ പാട്ടല്ലെന്ന്, ഇത് ജയത്തിന്റെ പാട്ടാണ്. നിന്റെ കുടുംബത്തിനകത്ത് മുഴങ്ങുന്നത് ജയത്തിന്റെ പാട്ടാണ്. നിന്റെ കുഞ്ഞുങ്ങളിൽ മുഴങ്ങുന്നത് ജയത്തിന്റെ പാട്ടാണ്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. ദൈവം നമ്മളെ നടത്തുന്നത് ജയോത്സവമായി. പരാജയപ്പെട്ടപ്പോൾ പാടിയതല്ല, വിജയിച്ചപ്പോൾ പാടിയതാണ്. അതുകൊണ്ട് തന്നെ ആ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നീ ദേശത്തെ നടുക്കി എന്ത് ചെയ്തു? ഭിന്നിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ദൈവദാസന്മാരെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനോട് യോജിക്കുമെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി. എന്റെ തമ്പുരാന്റെ ആമേൻ പൂണിക്കകത്ത് ഒരുപാട് യുദ്ധതന്ത്രങ്ങളുണ്ട്. മനസ്സിലായില്ല? എന്റെ തമ്പുരാന്റെ ആയുധം വെച്ചിരിക്കുന്ന പൂണിക്കകത്ത് ഒരുപാട് യുദ്ധതന്ത്രങ്ങളുണ്ട്. അതിൽ ഒരു യുദ്ധതന്ത്രമാണ് നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തമ്മിലടിപ്പിക്കും. മനസ്സിലായോ? നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തമ്മിലടിപ്പിക്കും. നിനക്ക് കൂട്ടം കൂടി വന്ന, ബൈബിൾ പറഞ്ഞ തേനീച്ച കൂട്ടം പോലെ നിനക്കെതിരെ കൂടി വന്ന ശത്രുവിനെ തമ്മിലടിപ്പിക്കും. അവരുടെ ബലം ആരോടാന്ന് എനിക്കറിയത്തില്ല. ആത്മാവിൽ ഇന്ന് രാത്രി അവൻ എത്ര ശക്തനാണേലും, അവൻ എത്ര ബലമുള്ളതാണേലും, അവർക്ക് എത്ര കഴിവുള്ളതാണേലും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ ദൈവം തമ്മിലടിപ്പിക്കും. ദൈവത്തിന് മനസ്സിലായെങ്കിൽ, ആ ദൂത് തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കരം തട്ടി ആരാധിച്ചോ. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ പുള്ളിയാണേലും, അത് വൻമതിൽ പോലെ ഉള്ളതാണെങ്കിലും, ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ശത്രുവിനെ ദൈവം തമ്മിൽ വെട്ടിക്കും. അതിന്റെ അർത്ഥം ഇതാ, കുഞ്ഞെ, നീ യുദ്ധം ചെയ്യണ്ട, നിന്റെ ശത്രുവോട് നീ യുദ്ധം ചെയ്യാൻ പോകണ്ട, അവർ തമ്മിൽ വെട്ടിക്കോളും. അവരെന്ത് ചെയ്തോളും?
തമ്മിൽ വെട്ടിക്കോളും. ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ ഒരു പദം വായിക്കുന്നു. ഒരു അധ്യായം വായിച്ചാൽ അതിന് 1-2 വാക്യം വായിച്ചാൽ മതി. നമുക്കൊന്ന് ദൈവത്തിന് നന്ദി പറയണോ? ആവർത്തനം 9-2-3 വാക്യം വേഗമെടുത്ത് വായിച്ചോ. ഡിസ്പ്ലേയിൽ ഇട്ടാൽ അത്രയും നല്ലത്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന് 1-2 വാക്യങ്ങൾ കൂട്ടി വായിച്ചോ. വേഗം വായിച്ചോ. കേൾക്കാം, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ഇസ്രായേലേ കേൾക്കാം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കുറിച്ചെടുക്കണം. അവൻ ആവർത്തന പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചോ. ആവർത്തനം 9-1. ഇസ്രായേലേ കേൾക്കാം, ഇസ്രായേലേ കേൾക്കാം, നീ ഇന്ന് യോർദാൻ കടന്നു. നീ ഇന്ന് എങ്ങനെ കടന്നു? എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്ത് കടന്നു? ഇന്നലെ വന്ന ദൈവദാസന്മാരെല്ലാം പ്രസംഗിച്ചത് യോർദാന്റെ തീരത്ത് നിങ്ങൾ എത്തിയെന്ന. ഇന്ന് പ്രസംഗിച്ച പുള്ളിയും പറഞ്ഞത് നിങ്ങൾ യോർദാന്റെ തീരത്ത് എത്തിയെന്ന. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾ യോർദാൻ കടന്നു. എന്താണ് യോർദാൻ? മരണനദിയ യോർദാൻ. നിനക്കെതിരെ മുഴങ്ങുന്ന കെടുതിയ യോർദാൻ. 12-ാമത്തെ ദിവസം ഡെലിവറൻസ് ചർച്ചിലെ ദൈവമക്കൾ യോർദാൻ കടക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. നിനക്കെതിരെ കൂലംകുത്തി ഒഴുകി നിന്നെ ഒഴുക്കിക്കളയും, നിന്റെ കുടുംബത്തെ ഒഴുക്കിക്കളയും, നിന്റെ തലമുറയെ ഒഴുക്കിക്കളയും പറഞ്ഞ് നിനക്കെതിരെ ഉയർന്നു നിന്ന ചില യോർദാനുകൾ ഇന്ന് രാത്രി നീ കടക്കാൻ പോകുകയോ. നീ കടക്കത്തില്ലെന്ന് പിശാച് വിധി എഴുതും. പക്ഷെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, ദൈവമക്കളെ നിങ്ങൾ യോർദാൻ കടക്കാൻ പോകുകയാ. നീ യോർദാൻ കടക്കും. യോർദാൻ എന്ന വാക്കിന്, യോർദാൻ എന്ന പദപ്രയോഗങ്ങൾക്ക് വേദപുസ്തകത്തിലെ പഠിതാക്കൾ കൊടുക്കുന്നത് മരണത്തിന്റെ യോർദാൻ എന്നാണ്, പ്രതിസന്ധിയുടെ യോർദാൻ എന്നാണ്. യോർദാൻ ഒരു പ്രശ്നമുള്ളത് ഇന്നലെ കേട്ടു. കൊയ്ത്ത് കാലം വരുമ്പോൾ ഇവൻ കരകവിഞ്ഞൊഴുകും. മനസ്സിലായില്ലല്ലേ? നിനക്കൊരു കൊയ്ത്ത് വരുന്നു എന്നറിഞ്ഞാൽ ഇവൻ പത്തി പൊക്കും. എന്നിട്ട് നീ അരിവാള് വെച്ച് അവൻ കതിർമണികൾ കോരിയെടുത്ത് കൊയ്യാൻ പാകമായി നീ കത്തി വെക്കുമ്പോൾ നീ കോരിയെടുത്ത് കൊയ്യാൻ നിൽക്കുന്ന കതിർമണിയെ ഈ യോർദാൻ മുക്കിക്കളയും. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഇനി നിന്റെ നന്മയെ അവൻ മുക്കിയെങ്കിൽ ഇനി സമ്മതിക്കത്തില്ല ദൈവം. കാരണം ചില പുരോഹിതന്മാർ ഇന്ന് രാത്രി അവൻ പെട്ടകം തോളിൽ വെച്ച് ഉള്ളങ്കാലിൽ ചവിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഷാജി പാഷ, ഞാനൊരു ദൂതെന്ന് പറഞ്ഞോട്ടെ. ഇത് കോമൺ ആയിട്ടുള്ള ദൂതാകട്ടോ. ഈ പെട്ടകം തോളത്ത് വെച്ച് ഇവർ യോർദാന്റെ വക്കത്ത് ചവിട്ടിയാൽ ഈ മേലൊഴുക്കം നിൽക്കും, അടിയൊഴുക്കം നിൽക്കും. സ്തോത്രം പറഞ്ഞേ. എന്ന് വെച്ചാലേ നമ്മൾ കാണുന്നത് മേലൊഴുക്ക. മനസ്സിലായല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേലൊഴുക്ക. കുഞ്ഞേ, നിന്റെ കാലടികളെ വഴുതിച്ചുകൊണ്ട് പോകുന്നത് മേലൊഴുക്കല്ല, അടിയൊഴുക്ക. മനസ്സിലായില്ലല്ലേ? എന്ന് വെച്ചാലേ ആമൻ ഒന്നുകൂടി പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാ. പെട്ടിക്കകത്ത് പണം വന്ന് വീഴുന്നുണ്ട്, പക്ഷേ ആ പണം പോകുന്നത് കാണുന്നില്ല. എന്നാ പറ്റിയെന്നറിയാമോ? പണം ഇടുന്ന പെട്ടിക്കടിയിൽ ഒരു ഹോളുണ്ട്, ഒരു ഓട്ടയുണ്ട്. ഇടുന്ന പണം മേലോട്ടെടുക്കാതെ, മേലിൽ നിന്നും പോകാതെ അത് അടി കൂടിയാ പോകുന്നത്. മനസ്സിലായോ? മേലൊഴുക്ക് കുഴപ്പമില്ലെന്നേ, ശത്രുവിന്റെ അടിയൊഴുക്ക വിഷയം. പക്ഷെ ഇന്ന് രാത്രി ആരോട് പറയുന്നു? ഇന്നലെ വരെ നിന്റെ നന്മയെ അടിയൊഴുക്കിലൂടെ കൊണ്ടുപോയത് അറസ്റ്റ് ചെയ്യ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, വേക്കണ പിശാച് എന്ന് പറ, എന്റെ നന്മയെ അടിയൊഴുക്കിലൂടെ കൊണ്ടുപോകുന്ന നിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി നിശ്ചലമാകുന്നു. ഇതൊരു പ്രവചനമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രൊഫറ്റിക്കൽ വേർഡ് പറയുക, പ്രവചന വചനം പറയുക. ഇന്നലെ വരെ അടിയൊഴുക്കിലൂടെ നഷ്ടമായത് ഇന്ന് രാത്രി സ്റ്റോപ്പ് ആകും. പിടിച്ചോണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് നിന്നോടാന്ന് തോന്നിയാൽ ഇരിക്കുന്ന ഇടം പറന്ന് സ്തുതിച്ചേക്കണം. എന്നിട്ട് ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യിപ്പിച്ചേക്കണം. പിശാച് വെക്കണം. അവൻ എന്റെ പെട്ടിക്കകത്തുനിന്ന്, എന്റെ നന്മയിൽ നിന്ന് ഒരു ചില്ലി പൈസ, ഒരു നന്മയും ചോർത്തി കളയാൻ ഇന്ന് രാത്രി ദൈവം അനുവദിക്കയില്ല. ഇല്ല ഷാജി പാഷേ, അതുകൊണ്ട് ഇന്ന് രാത്രി ദൂത് പറഞ്ഞത്, അടിയൊഴുക്കിലൂടെ നിന്റെ കുടുംബത്തിനകത്ത് വന്നു വീഴുന്ന ചില നന്മകൾ ശത്രു ഒഴുക്കാൻ നോക്കിയാൽ തമ്പുരാൻ പറഞ്ഞു, എടുക്കണോ പെട്ടകം. എന്നെടുത്തേക്കണം. നോവി മനസ്സിലായോ? അങ്ങനെ ഒരു അടിയൊഴുക്കവൻ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്തേക്കണം? പറ.
പെട്ടകം എടുത്ത് തോളത്ത് വെച്ചേക്കണം. പക്ഷെ ഇന്ന് രാത്രി എനിക്കിവിടെ നൃത്തം ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം പറയാം. പഴയ നിയമത്തിലെ അടിയൊഴുക്ക് മാറ്റാൻ പെട്ടകം തോളിൽ വെക്കാനാ പറഞ്ഞേ. പെട്ടകം. പക്ഷെ നമ്മുടെ പത്തം എന്താണെന്നറിയാമോ? നമ്മുടെ തോളത്തല്ല പെട്ടകം, നമ്മുടെ അകത്താ പെട്ടകം. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ തോളിലല്ല, നിന്റെ നിന്റെ അകത്തായിരിക്കുന്നേ, നിന്റെ അകത്തായിരിക്കുന്നേ മഹത്വത്തിന്റെ പ്രത്യാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, പഴയ നിയമത്തിലെ അടിയൊഴുക്കും മേലൊഴുക്കും നിൽക്കാൻ അവർ പെട്ടകം എന്ത് ചെയ്യണമായിരുന്നു? ഡാനി തോളത്ത്. പക്ഷെ നമുക്കതിന്റെ വിഷയമില്ല. നമ്മൾ ചുമക്കിയല്ല, നമ്മെ ചുമക്കിയ. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലല്ലേ? അവർ പെട്ടകം തോളത്ത് വെച്ചാ വന്നതെങ്കിൽ പുതിയ നിയമസഭയുടെ പ്രത്യേകത നമ്മുടെ തോളത്തല്ല, പകരം നമ്മൾ അവന്റെ തോളത്താ. ഞാൻ അടുത്ത വചനം പറയാം. ഈ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ പെട്ടകം തോളത്ത് വെച്ചാ അവർ എന്ത് ചെയ്ത് യോർദാനെ കടന്നത്. പക്ഷെ ഇപ്പൊ പെട്ടകം എവിടെയാ പറയുന്നേ? കേറി വന്നു. എങ്ങനെ വന്നു? പറഞ്ഞേ, ഒന്ന് പറ. ഇത് എന്ത് ചെയ്തു? അവൻ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് ജനിച്ചപ്പോ, കർത്താവ് ഭൂജാതനായപ്പോ മറിയുടെ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോ അവിടെ നിന്നും കുറച്ചുകൂടി കയറി. മറ്റത് വയറ്റിനകത്തായിരുന്നു, ഇപ്പൊ നടുക. ഒരു സ്വതന്ത്രം പറഞ്ഞു, എന്റെ അപ്പൻ എവിടെ നടുക്ക, എന്റെ അപ്പൻ എവിടെ സെന്ററില്ല. ഹൃദയത്തിന്റെ നടുക്ക്, പാലസ്തീന്റെ നടുക്ക്, തൃത്വത്തിന്റെ നടുക്ക്, അടച്ചിട്ട മുറിക്കകത്ത് നടുക്ക്, യോർദാന്റെ നടുക്ക്, ചെങ്കടലിന്റെ നടുക്ക്, ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് അവൻ നടുവിൽ വരികയാ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഇന്ന് രാത്രി അവൻ ഉലാത്തുകയാണ്. അവൻ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ പറയുന്നു 7 പൊൻനിലവിളക്കുകളുടെ അവൻ നടുവില. 2-3 പേര് എന്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ. അപ്പൊ ഇന്ന് രാത്രി നടുവില. ഹല്ലേലൂയ. അവനാ നമ്മുടെ അകത്തിരിക്കുന്നവൻ. ഞാൻ ഇങ്ങനെ പറയാം, യേശുവിനെ എത്രമാത്രം നിങ്ങൾ വലുതായി കാണുന്നോ അത്രയും നിങ്ങളുടെ പ്രശ്നം ചെറുതാകും. പ്രശ്നം വലുതാക്കിയാൽ യേശു ചെറുതാകും. നിങ്ങൾ ഇന്ന് രാത്രി തീരുമാനിക്കണം, എനിക്ക് ഉണ്ണീശോനെ വേണോ, എനിക്ക് ഉണ്ണീശോനെ വേണോ, മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ മഹത്വത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുവിനെ വേണോ? ഇന്ന് രാത്രി ഡെലിവറൻസ് അർച്ചന നോക്കി പറയുന്നു, നമ്മൾ ആരാധിക്കുന്ന ഉണ്ണീശോയെ അല്ല, പാതാളത്തെയും മരണത്തെയും ജയിച്ച് ധീരനായ ദൈവം. സ്തോത്രം. ആമേൻ. 60-ാം സങ്കീർത്തനം പറയുന്നു, നീ ചിലതിനെ ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. അപ്പൊ ദൈവം ദേശത്തെ നടുക്കി. ദൈവം ദേശത്തെ എന്ത് ചെയ്തു? ദൈവം വിചാരിച്ച ദേശമൊക്കെ നടുങ്ങും. അതിന് ഇത്ര ആമേനേ ഉള്ളൂ. ദൈവം വിചാരിച്ച ഫോർട്ട് വെച്ച് നടുങ്ങുമെന്ന്, ദൈവം വിചാരിച്ച കൊച്ചി പട്ടണം നടുങ്ങുമെന്ന്, ദൈവം വിചാരിച്ച കേരളം നടുങ്ങുമെന്ന്, ദൈവം വിചാരിച്ചാൽ ഭാരതം നടുങ്ങുമെന്ന്. അവൻ ദേശത്തെ എന്ത് ചെയ്തു? ഇന്ന്
മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് പ്രാർത്ഥിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേഗത്തിൽ വീട്ടിൽ പോയി. കാരണം വൈകിട്ട് ഈ മെസ്സേജ് പ്രാർത്ഥിച്ച് തയ്യാറാക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉടനെ വീട്ടിൽ പോയി. നേരെ ചെന്ന് ഇരുന്നു. ഈ മെസ്സേജുമായിട്ട് ഇരുന്നപ്പോൾ ഈ വാക്യം എൻ്റെ അകത്ത് കത്തി. അവൻ ദേശത്തെ നടുക്കി. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭിന്നിപ്പിച്ചിരിക്കുന്നു. ദൈവം ചിലതിനെയൊക്കെ നടുക്കിയിട്ട് ചിലതിനെയൊക്കെ ദൈവം ചിഹ്നിപ്പിച്ചു, ചിതറിച്ചു. ദൂത് മനസ്സിലായില്ലല്ലേ? എന്ന് വെച്ചാൽ ദൈവം നടുക്കി, ദൈവം ചിലതിനെ ചിതറിപ്പിച്ചു. പക്ഷേ ഈ 12-ാമത്തെ രാത്രി പറയുന്നു, ദൈവം ചിതറിപ്പിച്ചതിനെയൊക്കെ ദൈവം ഇന്ന് രാത്രി കൂട്ടിച്ചേർക്കാൻ പോകുകയാണ്. ദൈവം ചിതറിപ്പിച്ച് ഇട്ടത്, ദൈവത്തിനാൽ ചിതറിപ്പോയ ചിലത് ഇന്ന് രാത്രി കൂട്ടിച്ചേർക്കപ്പെടും. ദൂത് മനസ്സിലായില്ലല്ലേ? ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ പ്രവാചകനായി യെഹെസ്കേൽ ചോദിക്കുന്നു, യെഹെസ്കേലേ, നീ കാണുന്നത് എന്താണ്? അവൻ പറയുന്നത് അസ്ഥി താഴ്വര, അസ്ഥി താഴ്വര. ദൈവത്തിന്റെ ചോദ്യം, അവൻ പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ബന്ധം വിട്ട് കിടക്കുന്നു, ഭിന്നിച്ച് കിടക്കുന്നു, ഒന്നൊന്നിനോട് ബന്ധമില്ലാതെ കിടക്കുന്നു, ഒന്നൊന്നിനോട് കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നു. പ്രവാചകന് മറുപടി, എനിക്കറിയത്തില്ല കർത്താവേ. അവൻ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഭിന്നിപ്പിച്ചതിനെ, ഞാൻ ചിതറിപ്പിച്ചിട്ടതിനെ നിന്റെ പ്രവചനത്താൽ ഞാൻ അതിനെ യോജിപ്പിക്കാൻ പോകുക. ഞാൻ ഒന്നുകൂടി ഇന്ന് രാത്രി പറയുന്നു, എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ചിതറിക്കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് കൂട്ടിച്ചേരാൻ പോകുക, അത് കൂട്ടിച്ചേരാൻ പോകുക. ദൈവവചനത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ അരുളപ്പാടിനാൽ അത് യോജിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ചിലതിനെ ഭിന്നിച്ചിരിക്കുന്നു, അസ്ഥി ചിതറിയതുപോലെ അത് ചിതറി അകന്നിരിക്കുന്നു. പക്ഷേ അത് അടുത്തു വരും ഇന്ന് രാത്രി. ചിതറിയതൊക്കെ അടുത്തു വരും, അകന്നു പോയതൊക്കെ ഇന്ന് രാത്രി അടുത്തു വരും. നിന്റെ നന്മ അകന്നു പോയോ? അതിന്ന് രാത്രി അടുത്തു വരും. നിന്റെ ബന്ധുക്കൾ അകന്നു പോയോ? അതിന്ന് രാത്രി അടുത്തു വരും. നിന്റെ തലമുറ അകന്നു പോയോ? അതിന്ന് രാത്രി അടുത്തു വരും. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, അകന്നു പോയത്, ഭിന്നിച്ചു പോയത്, ചിതറിപ്പോയത് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്തും. അതിന്റെ ഭിന്നങ്ങളെ എന്ത് ചെയ്യണേ? ഒന്ന് പറഞ്ഞേ. അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണം. അപ്പോ ഈ ലോകത്ത് ദൈവം ചിതറിപ്പിച്ചതിനെയും ശത്രു ചിതറിപ്പിച്ചതിനെയും നന്നാക്കാൻ കഴിവുള്ളവൻ നമ്മുടെ തമ്പുരാനാണ്. പോരാ പോരാ പോരാ. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറയാമോ? അങ്ങനെയാണെങ്കിലേ ആ ഭിന്നിച്ചതിനെ എന്ത് ചെയ്യണമേ? നന്നാക്കണം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് നന്നാക്കണം എന്ന വാക്കല്ല, അതിനെ സ്തോത്രം റീസ്റ്റോർ ചെയ്യണമെന്ന്. എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. ചിതറിക്കിടന്ന ചിലതിനെ, കൈവിട്ടുപോയ ചിലതിനെ, അകന്നുപോയ ചിലതിനെ, നീ അനുഭവിക്കേണ്ട നന്മകളിൽ പലതും കൈവിട്ടുപോയ ചിലതിനെ ഈ 12-ാമത്തെ രാത്രി ദൈവം റീസ്റ്റോർ ചെയ്യും. വേണമെങ്കിൽ കർത്താവിന് നല്ലൊരു ആമേൻ പറ. അവൻ ദൈവമക്കളെ, അവൻ റീസ്റ്റോർ മാത്രമല്ല, അവൻ റിപ്പയർ ചെയ്യുന്നവനാണ്. ഇന്ന് രാത്രി എവിടെയൊക്കെ പണിയപ്പെടാനുള്ളത് തമ്പുരാൻ പണിയാൻ പോകുക, ദൈവം പണിയാൻ പോകുക. വിശ്വസിക്കുന്നവർ ഉറക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ദൈവമാണ് നിങ്ങളെ ഭിന്നിപ്പിച്ചത്, ദൈവമാണ് നിങ്ങളെ ചിതറിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ 12-ാമത്തെ രാത്രി തമ്പുരാന്റെ മുമ്പിലേക്ക് കമണ് വീണിട്ട് പറയണം, ദൈവമേ, ഞങ്ങളെ ഭിന്നിപ്പിച്ച്, ഞങ്ങളെ ചിതറിപ്പിച്ചത് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ, ഒന്ന് റിപ്പയർ ചെയ്യാൻ ഞങ്ങൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുകയാണ്. എന്ത് ചെയ്യണം? അപ്പോ ഞാൻ കേട്ട ദൈവ ശബ്ദം നിങ്ങളോട് പറയാം. ദൈവത്തിന് റീസ്റ്റോർ ചെയ്യാനുണ്ട്. എങ്ങനെ റീസ്റ്റോർ ചെയ്യണം? മടക്കി പിടിക്കാനുണ്ട്, മടക്കി തരാനുണ്ട്. പക്ഷെ മടക്കി തരുന്നതിന് മുമ്പ് നിന്നൊന്ന് റിപ്പയർ ചെയ്യും ദൈവം. മനസ്സിലായില്ലല്ലേ? ഓട്ടത്തിൽ കാറ്റുപോയത്, ഓട്ടത്തിൽ വീലിന്റെ ബാലൻസ് പോയത്, ഓട്ടത്തിൽ എവിടെയൊക്കെ തട്ടുമുട്ടുമുണ്ടായത്, ഓട്ടത്തിൽ എവിടെയോ കേടുപാട് വന്നത് 12-ാമത്തെ ദിവസം ഒന്ന് റിപ്പയർ ചെയ്യും. എന്നിട്ട് ആ റിപ്പയർ ചെയ്ത് അതിനൊന്ന് യഥാസ്ഥാനപ്പെടുത്തി ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ പോകുക. ഈ ദൂത് കേൾക്കുമ്പോ കരമടിച്ച് ആരാധിക്കുക മാത്രമല്ല, തമ്പുരാന്റെ മുമ്പിലേക്ക് ഇന്ന് അലച്ച് വീണിട്ട് പറയണം, കർത്താവേ, എന്റെ ജീവിതത്തില് ഒരു റീസ്റ്റോർ ആവശ്യമാ, ഒരു തിരിച്ചു പിടിക്കുന്നത് ആവശ്യമാ. എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാം ഇന്ന് രാത്രി എനിക്ക് തിരിച്ചു പിടിക്കണം. ഈ 12-ാമത്തെ രാത്രി എന്ത് ചെയ്യണം? അവൻ ചിതറിപ്പോയതും ഭിന്നിച്ചു പോയതും എല്ലാം മക്കളെ എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. പറ, തിരിച്ചു പിടിക്കണം. ഈ മിനിഞ്ഞാന്ന്
ഓക്കെ, 2-3 ദിവസം മുമ്പ് നമ്മുടെ എറണാകുളം ചർച്ചിൽ വരുന്ന, ഞാൻ പേര് പറയുന്നില്ല, എറണാകുളം ചർച്ചിൽ വരുന്ന ഒരു സഹോദരി ഈ പകലത്തെ മീറ്റിങ്ങിന് വന്ന് ഇവിടെ നടന്ന വർഷിപ്പിനകത്ത് അന്യഭാഷ അടയാളത്തോടെ നിരന്തരമായി ത്രൂ ഔട്ട് പറയുന്ന ഭാഷാവരം താൻ പ്രാപിച്ചു. എനിക്ക് മെസ്സേജ് വിട്ടത് കിടപ്പുണ്ട്. അഭിഷേകത്താൽ താൻ ഈ ബാക്കിൽ ഇരുന്ന് അന്യഭാഷ അടയാളത്തോടെ നിറഞ്ഞു. അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൽ നിറഞ്ഞപ്പോ ഭയങ്കര സന്തോഷത്തോടെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആരോ ചോദിച്ചു, മോളെ എവിടെന്നാ വരുന്നേ? പറഞ്ഞില്ല മറുപടി. ചോദിച്ചു, മോളെ എവിടെ പോയിട്ട് വരുന്നു? മിണ്ടിയില്ല. വണ്ടിക്കകത്ത് കയറിയപ്പോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ട് വരിക? മിണ്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഈ സഹോദരി എന്റെ മിണ്ടാത്തെ അടുത്ത മെസ്സേജ് ഇട്ടേക്കുക. പക്ഷേ അവരോട് മിണ്ടിപ്പോയാൽ അന്യഭാഷ പോകുമോ എന്ന് കരുതി മിണ്ടിയില്ല. മനസ്സിലായില്ലല്ലേ? ആദ്യമായിട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പ്രാപിച്ചപ്പോളേ വണ്ടിക്കകത്ത് കയറി ആന്റി എന്തോ ചോദിച്ചപ്പോ പകരം പറയാതെ വാ തുറക്കാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായില്ലല്ലേ? ഞാനും നിങ്ങളും അങ്ങനെയല്ലായിരുന്നോ? അഭിഷേകം പ്രാപിച്ചന്ന് കഞ്ഞി കുടിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞു, ചോറ് കഴിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞു, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞു, ഉറക്കത്തിലും അന്യഭാഷ പറഞ്ഞു. ഇപ്പോ പുട്ടിന് പൊടിയിടുന്ന പോലെ മേമ്പൊടിക്ക് 2 എണ്ണമാ പറയുന്നത്. ഇന്ന് രാത്രി മടങ്ങി വാ. ഇന്ന് രാത്രി ഒരു റിപ്പയർ ചെയ്യാൻ പോകുക. മടങ്ങി വാ ദൈവ പൈതലേ. അന്നത്തതുപോലെ ഒരു ശുഭദിനം ദൈവം ഇന്ന് രാത്രി മടക്കി തരട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാന് സ്തോത്രം, ഭിന്നിച്ചിരിക്കുന്നതിനെ ദൈവം നന്നാക്കും. ആ നന്നാക്കും എന്ന പദമാണ് റിപ്പയർ ചെയ്യുക എന്ന വാക്ക് ഇംഗ്ലീഷിൽ. റീസ്റ്റോറും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? റിപ്പയർ ഉണ്ട്. റീസ്റ്റോർ രണ്ടാമതാ. ആദ്യം റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യട്ടെ? റിപ്പയർ ചെയ്യട്ടെ. ഒരു അല്ലെന്ന് പറഞ്ഞു. കാല് മടങ്ങുന്നില്ല, ഇച്ചിരി ഗ്രീസ് ഇടണം. മനസ്സിലായില്ലേ? കൈ മടങ്ങുന്നില്ല, കൈ അടിക്കാൻ ഇച്ചിരി ഗ്രീസ് ഇടണം. അല്ലെങ്കിൽ വിദഗ്ധമായി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒന്ന് റിപ്പയർ ചെയ്യണം. മനസ്സിലായില്ലല്ലേ? രക്ഷിക്കപ്പെട്ട ദിവസമേ നിങ്ങൾ ആദ്യം പെന്തക്കോസ്തി അർച്ചി വന്ന ആ കാലം ഓർക്കുന്നുണ്ടോ? ഞായറാഴ്ച രാവിലെ ആരാധനക്ക് എഴുന്നേറ്റപ്പോ അച്ചായൻ അമ്മാമ്മയോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇടി കഞ്ഞിയും കറിയൊന്നും വെക്കണ്ടടി, ആരാധനക്ക് പോകാം. എവിടെ പോകാം? ആരാധനക്ക്. അച്ഛാ കൊച്ചിങ്ങ പട്ടിണിയാകില്ല, വരുമ്പോ നമുക്ക് കഞ്ഞി കുടിക്കാൻ ഇച്ചിരി ഇറച്ചി താളിച്ചോട്ടെ. എടി ഇറച്ചിയൊന്നും വേണ്ടടി, വരുന്ന വഴിക്ക് റൊസാരി ഒന്ന് ഞാൻ ചിക്കൻ മേടിച്ചു തരാം. യോ എന്റെ ഉണർവ്! അങ്ങനെ ചിക്കൻ വെപ്പിക്കാതെ, ഇറച്ചി വെപ്പിക്കാതെ, അച്ഛാ ഒരു തോരനെങ്കിലും, തോരൻ പോലും വെക്കരുത്. ഞായറാഴ്ചയാ, കടപ്പെട്ട ദിവസമാ, വിശുദ്ധ ദിവസമാ, വാടി പോടി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിച്ച് ആരാധനക്ക് കൊണ്ടുപോയി നടന്ന നീ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് 10 കിലോ ഇറച്ചി മേടിച്ച് നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കുക്കറിനകത്ത് 10 അടി അടുപ്പിച്ച് ആരാധനക്ക് ഒടുവിലത്തെ സമയം കയറി വരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു റിപ്പയർ ആവശ്യമാണ്. ഒരു റിപ്പയർ ആവശ്യമാ. റീസ്റ്റോർ പിന്നെയാന്ന് അത് പിന്നെ ചെയ്യാമെന്ന്. ഇന്ന് രാത്രി ഭിന്നിച്ചു പോയത്, അകലം വിട്ടുപോയത്, അകന്നു പോയത്, ജീവിതത്തിൽ നന്മ നഷ്ടപ്പെട്ടു പോയത് തമ്പുരാനെ നോക്കി പറ, ഇന്ന് രാത്രി ഒരു റിപ്പയർ ചെയ്യണമേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ രക്ഷിക്കപ്പെട്ട സമയത്തുള്ള ഒരു ആത്മീയ സന്തോഷം? അത് ഇച്ചിരിയെങ്കിലും ഓർക്കുന്നവരുണ്ടോ? എന്റെ ദൈവമേ, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിങ്ങ് വന്ന സമയത്തുണ്ടല്ലോ, 10 മണിക്കാണ് സഭായോഗം, 8 മണിക്ക് വന്ന മുൻപിലങ്ങ് ഇരിക്കുക. ശമ്പളം മടങ്ങി അവിടെ ഇരുന്ന് ബൈബിൾ എടുത്ത് മടിയിലോട്ട് വെച്ച് പുസ്തകം വായിക്കുക. ജോഷി പാഷ എനിക്ക് ഒരു ടാമറി തപ്പ് മേടിച്ച് തന്നിട്ടുണ്ട്. ആ തപ്പും കൊണ്ട് മുന്നോട്ട് ഇരിക്കുക. പരമപിതാവിനു സ്തുതി പാടാന്ന് പറയുമ്പോ 1.5 അടിയാ. ഒരല്ലെന്ന് പറഞ്ഞേ അമ്മേ. ഓ പ്രൈസല്ലോ. ഗതിയൊക്കെ മാറിയില്ലേ? അന്തരീക്ഷമൊക്കെ മാറിയില്ലേ? ഇപ്പോ നമുക്ക് എവിടെയാ പാടാൻ സമയം? ഈ രാത്രി കുറിച്ചു വെച്ചോ, റീസ്റ്റോർ രണ്ടാമത്. അടുത്തത് എന്താ? ഇടവും വലവും ഇരിക്കുന്നവരോടോ ഇന്ന് രാത്രി റിപ്പയർ ചെയ്യാൻ പോകുക. പറഞ്ഞോ ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ പോകുക? സ്വത്രം. ആമേ. രക്ഷിക്കപ്പെട്ട സമയത്ത് എവിടെയെങ്കിലും പോകുന്നതിന് നിക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. ഇപ്പോഴോ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാതെ ഇറങ്ങത്തില്ലായിരുന്നു. കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കുമായിരുന്നു. സ്ഥാനം മാറി, അന്തരീക്ഷം മാറി, നിലവാരം മാറി, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാഞ്ഞ കാലം മാറി. ഇപ്പൊ എന്തുടുക്കും എന്ത് തിന്നും എന്നുള്ള നിലവാരത്തിലേക്ക് മാറിയപ്പോൾ നിന്റെ ടയർ പഞ്ചറായി, നിന്റെ ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആയി,
പണ്ടത്തെ പോലെ മൈലേജ് ഇല്ല. ഈ 12ാം ദിവസം കേറ്റുവണ്ടി കേറ്റിക്കോ, നല്ല മെക്കാനിക് ഇന്ന് വന്നിട്ടുണ്ട്. സോദരം, ഈ അനു ചേച്ചി അനു സിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ ഈ അനു സിസ്റ്ററിനെ പരിചയപ്പെടുന്നത് ഈ താനെ ഇവിടെ ഒരു ചുള്ളിക്കല്ലേ ജനതാ റോഡിൻ്റെ അവിടെ നമ്മുടെ സജിമാഷിൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൽ അന്ന് എനിക്കൊന്ന് എസ്റ്റീം കാർ അല്ലേ, എൻ്റെ എസ്റ്റീം കാർ അന്ന് പണിതുകൊണ്ടിരുന്നത് ആ വർക്ക്ഷോപ്പിലാണ്. അന്ന് ഞാൻ അവിടെ എൻ്റെ കാറ് പണിയാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസിൽ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനു സിസ്റ്ററായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടുന്നത്. അവിടെ ഒരു ബായി ഉണ്ടായിരുന്നു. ഒരു ബായി ഓർക്കുന്നുണ്ടോ? ഒരു ബായി, ഒരു മെക്കാനിക്ക്, അടിപൊളി ബായിയാണ്. എത്ര ഞാൻ പറയാൻ കാര്യം അനുസരിച്ച് എഴുതിക്കൊണ്ടാണ് പറയുന്നത്, തെളിവാ. വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ബായിയോട് പറയും, ബായി ഒന്ന് ചെക്ക് ചെയ്തേ. ബായി എന്നെ കയറ്റി എടുത്തിട്ട് ഇഞ്ചൻ ഓൺ ചെയ്യും. എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് അവൻ ചാടി വെളിയിൽ ഇറങ്ങിയിട്ട് പറയും, അതെ ബ്രദറെ, അതിൻ്റെ റിങ് അടിക്കുന്ന ശബ്ദമാണ്, അതിൻ്റെ ബെൽറ്റ് പോയതാ, അതിൻ്റെ ഷാഫ്റ്റ് പോയതാ, അതിൻ്റെ ഇന്നത പോയതാ. ഒന്നും ചെയ്യത്തില്ല, അത് മാറ്റിയാൽ വിടുതല. പുള്ളി ഇപ്പൊ എവിടെയുണ്ട്? പുള്ളി പോയി, അവിടെ നിന്നൊക്കെ പോയി. പുള്ളി ഭയങ്കര മെക്കാനിക്ക. അവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നാവും. ഒന്നും ജസ്റ്റ് വണ്ടി നമ്മൾ ഓടിച്ചകത്തോട്ട് കയറ്റി ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ സൗണ്ട് കേൾക്കാൻ പറയും. പുള്ളി വന്നിട്ട് പറയും, ഇതിനകത്ത് മുഴുവൻ കരി കയറിയിട്ടുണ്ട് കേട്ടോ, ഓയിൽ കുറവാണ് കേട്ടോ, ഗിയർ ഓയിൽ കുറവാകട്ടോ, എഞ്ചിൻ ഓയിൽ കുറവാകട്ടോ. ഇന്ന് രാത്രിയിലെ നീ പടി ചവിട്ടി ഇതിനകത്ത് വന്നപ്പോ ഒരു നല്ല മെക്കാനിക് ഇവിടെയുണ്ട്. അവൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പ്രാർത്ഥന കുറവാകട്ടോ, ആരാധന കുറവാകട്ടോ, അവൻ വിശുദ്ധി കുറവാകട്ടോ, പ്രാർത്ഥന കുറവാകട്ടോ, സാന്നിധ്യം കുറവാകട്ടോ. ഇന്ന് രാത്രി ആ രണ്ട് കാലം ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് പറ, ഈ രാത്രി എന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഒരു റിപ്പയറിന് വേണ്ടി. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യണം. ഇന്ന് രാത്രി പറഞ്ഞ സമയമോ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് റീസ്റ്റോർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണം? റിപ്പയറിന് മലയാളത്തിൽ പറയുന്നത് ഒരു അറ്റകുറ്റപ്പണി നടത്തണം. എന്ത് നടത്തണം? ഒരറ്റകുറ്റപ്പണി. ഈ നമ്മുടെയൊക്കെ ഈ കൊച്ചിയിലെ എല്ലാ വീടുകളും, ഒരുമാനപ്പെട്ട എല്ലാ വീടുകളും പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നത് ജനതാസമൊക്കെ അടിക്കുന്നത്. ഇപ്പോഴെല്ലാം വലിയ വലിയ പെയിന്റ് ഒക്കെ വന്നേ. പണ്ടെല്ലാം നമ്മൾ ഈ ജനതാസവും പിന്നെ ഈ കുമ്മായും ഒക്കെ അടിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ക്രിസ്മസിനും നമ്മൾ പെയിന്റ് ചെയ്യുമായിരുന്നു. ഇനി വീട് പെയിന്റ് ചെയ്തില്ലെങ്കിലും മതിലെങ്കിലും പെയിന്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണോ? അല്ലയോ? ആണ്. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ പെയിന്റ്, പിന്നെ പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ വീടെല്ലാം ഒന്ന് മോടി പിടിപ്പിക്കുമായിരുന്നു. ഒരു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുമായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ കല്യാണമോ വിരുന്നോ അതുപോലെ സ്പെഷ്യൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തും. ഇന്ന് രാത്രി എന്തിനാണെന്നറിയാമോ? ഈ 21 ദിവസം ഇങ്ങനെ യോസിക്കുന്നത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ്. മനസ്സിലായെങ്കിലും ഒരു ആമേൻ പറ. സ്വതന്ത്രം 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 സ്വതന്ത്രം.